ഹലോ നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാലിൻ ജോസഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് പുറത്ത് ഗോവർദ്ധന ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ പട്ടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചുറ്റും നടക്കുന്നുണ്ട് കേട്ടോ ഗോവർദ്ധനൻ. എന്നിട്ട് പട്ടിയെ കാണാണ്ട് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പട്ടിയെ കാണാണ്ട് ഇന്നല്ലോ ആശ്വാസത്തിലാട്ടോ ഇരിക്കുന്നത്. അപ്പോഴുണ്ട് അതൊരു പട്ടി ഗോവർദ്ധൻ്റെ അടുത്തേക്ക് മണം പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് എണീച്ചിട്ട് നോക്കുന്നുണ്ട്. ഗോവർദ്ധനൻ പേടിച്ചോണ്ടാട്ടോ. അപ്പോൾ തന്നെ സ്റ്റാലിൻ ജോസഫിൻ്റെ ഒരു സഹായി വരുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ട്, ഓടല്ലേ ഓടിയാ കടിക്കുമെന്ന് പറയാണ്. ആ നായുടെ പേര് ചാർലി എന്നാട്ടോ. എന്നിട്ട് ആ സഹായി വന്നിട്ട് പറയുന്നുണ്ട്, ചാർലി ഗോന്ന്. അങ്ങനെ പറയുമ്പോൾ തന്നെ ആ നായി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ സഹായി ഗോവർദ്ധനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഓടിയെങ്കിൽ അത് കടിച്ചേനേന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, ഏയ് എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ സഹായി പറയുന്നുണ്ട്, അത് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ന് പറയാണ്. എന്നിട്ട് ഗോവർദ്ധനം ചോദിക്കുന്നുണ്ട്, ഈ പട്ടി ആരെയും കടിക്കത്തൊന്നുമില്ലേ ചോദിക്കുന്നുണ്ട്. അന്നേരം സഹായി പറയുന്നുണ്ട്, ഞാനും സ്റ്റാലിൻ സാറും കമാൻഡ് ചെയ്താൽ മാത്രമേ കടിക്കത്തുള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് ഗോവർദ്ധനം പറയുന്നുണ്ട്, സാധാരണ എല്ലാവരും വീട്ടിൽ കൂട്ടിലല്ലേ കിടത്തുക, ഇവിടെ കൂടും തുറന്നിടും ഗേറ്റും തുറന്നിടും, ഇത് എവിടെയും പോകത്തൊന്നുമില്ല എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആ സഹായി പറയുന്നുണ്ട്, എവിടെയും പോകത്തൊന്നുമില്ല, ഇവിടെ മാത്രമേ നിൽക്കത്തുള്ളൂ ഇത് എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, നമ്മളെ വീട്ടിലെല്ലാം കൂട്ടിലാ വളർത്തൽ, ഇത് കുറച്ച് കൂടുതലാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ സഹായി പിന്നെയും പറയുന്നുണ്ട്, ഇറങ്ങി ഓടരുത്, ഓടിയാൽ കടിച്ചു കീറും എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, ഇരുന്നെടുക്കുന്ന അനങ്ങുന്നില്ല പോയെന്ന് പറയാണ്. അന്നേരം ആ സഹായി അകത്തേക്ക് കയറിപ്പോവാട്ടോ. പിന്നെ കാണിക്കുന്നത് സ്റ്റാലിൻ ജോസഫിനെയും ബാലചന്ദ്രനെയാണ് കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ ജോസഫ് പറയുന്നുണ്ട്, അന്ന് ഗംഗാധര മേനോൻ എൻ്റെ സീനിയർ ഓഫീസറായിരുന്നു അന്ന് ഉണ്ടായപ്പോൾ എന്ന് പറയാണ്. ഗംഗാധര മേനോൻ്റെ ഇളയ അനിയത്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അവരെ ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരെ ക്വാർട്ടേഴ്സിൽ പോകുമായിരുന്നല്ലോ, സീനിയർ ഓഫീസറെ കാണാനെന്ന മുഖേന നാട്ടിൽ നിന്ന് അമ്മച്ചി കൊണ്ടുവിടുന്ന അച്ചാറ് പലഹാരങ്ങൾ ഇതൊക്കെ സീനിയർ ഓഫീസർക്ക് കൊടുക്കണം എന്ന മുഖേന വൈജയന്തിനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്വാർട്ടേഴ്സിൽ പോവായിരുന്നില്ലേ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അന്ന് വൈജയന്തിക്ക് അറിയായിരുന്നു എന്നെ കാണാനാണ് നിങ്ങൾ അവിടേക്ക് പോകുന്നതെന്നും നിങ്ങൾ അവളെ കാണാനാണ് പോകുന്നതെന്നും രണ്ടുപേർക്ക് അറിയായിരുന്നു എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, അങ്ങനെയായിരുന്നു, അത് തന്നെയായിരുന്നു സത്യം, പ്രേമം തലക്ക് പിടിച്ച സമയം. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ വൈജയന്തിക്ക് അവിടെ ഒരു സ്കൂളിൽ ജോലി ശരിയാക്കി കൊടുത്തത്, ഗംഗാധര മേനോന് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ വൈജയന്തി അവിടെ നിന്ന് നാട്ടിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതല്ലേ എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയാണ്, അതെ, അവളെ നാട്ടിലേക്ക് പോകാതിരിക്കാൻ ഗംഗാധര മേനോൻ ട്രാൻസ്ഫർ ആയി പോകുന്ന സമയത്ത് അവൾ നാട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എൻ്റെ എല്ലാ കഴിവും പ്രയോഗിച്ച് ഞാൻ അവൾക്ക് അവിടെ ഒരു ജോലി ശരിയാക്കി കൊടുത്തു എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഗംഗാധര മേനോൻ നാട്ടിൽ പോയതിനു ശേഷം നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ലേ അവിടെ താമസിച്ചതെന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്റ്റാലിൻ ഞെട്ടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ ജീവിച്ചത്. ഈ ലോകത്ത് രാവിലെ സൂര്യൻ ഉദിക്കുന്നത് അവൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയായിരുന്നെന്ന് പ്രതീക്ഷിച്ചവരാണ് ഞങ്ങൾ രണ്ടുപേരും എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവൾ പ്രഗ്നൻ്റ് ആയിരുന്നില്ലേ, പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഗംഗാധര മേനോൻ അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയതല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, അവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയത് നാലാൾക്കാരാണെന്ന് എനിക്കറിയാം, അതിലൊരാൾ നിങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലചന്ദ്രൻ ചിരിക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതിലൊന്നും ഒരു റോളും ഇല്ല, അതിന് ശേഷമുള്ള റോളാണ് എൻ്റേതെന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, ഒരു 4 ആൾക്കാർ വന്നിട്ട് അവളെ ഒരു വാനിൽ പിടിച്ചുകൊണ്ട് പോയതാണ്, അതിനുശേഷം ഞാൻ അവളെ എന്നെയോ കണ്ടിട്ടില്ല. ഇപ്പോൾ അവൾ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം, കുട്ടികളുണ്ടായിട്ടുണ്ടാവാം, ഞാനിപ്പോൾ കല്യാണം കഴിച്ചില്ലേ, എനിക്ക് കുട്ടികളില്ലേ, അതുപോലെ അവൾ ഏതെങ്കിലും ഒരു വിഡ്ഢിയെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ്റെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടായിട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ പദവി കണ്ടിട്ട് അല്ലേ വൈജയന്തി നിങ്ങളെ സ്നേഹിച്ചത് എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട്, ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് എന്നെ ജീവന് തുല്യം സ്നേഹിച്ചു എന്നാണ്, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്, തിരിച്ച് ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സ്റ്റാലിൻ പിന്നെയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നത്, എന്തിനാണ് എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നതെന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ അവളെ ഏതെങ്കിലും ഒരു വിഡ്ഢി കല്യാണം കഴിച്ചിട്ടുണ്ടാവുമെന്ന്, ആ വിഡ്ഢിയാണ് നിങ്ങളെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ ഞെട്ടുന്നുണ്ട് കേട്ടോ, മുഖമെല്ലാം വല്ലാണ്ടാകുന്നുണ്ട്.
ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ടേബിളുണ്ടായ ഒരു ഡ്രിങ്ക് എടുത്തിട്ട് കുടിക്കുന്നുണ്ട്. സ്റ്റാലിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, ഈ വൈജയന്തിയുടെ ഭർത്താവിനോടാണല്ലോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നുള്ളത്. പിന്നെ കാണിക്കുന്നത് ഗോവർദ്ധനയാണ് കേട്ടോ. ഗോവർദ്ധനാണെങ്കിൽ ബോറടിച്ച് നിൽക്കുക കേട്ടോ. ആരും സംസാരിക്കാനും ഇല്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലാട്ടോ ഉള്ളത്. അങ്ങനെ വീടിന് പുറത്തേ നടക്കുന്ന സമയത്ത് ആ സഹായി വന്നു കേട്ടോ. സഹായി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ അവിടെ, ബാലചന്ദ്രൻ്റെ ആരാ ചോദിക്കുകയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, അളിയൻ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഞാനാണെന്ന് പറയാണ്. അന്നേരം സഹായി പറയുന്നുണ്ട്, ഓ അളിയനാണോ, ഞാൻ വിചാരിച്ചു ഡ്രൈവറാണെന്നാണ് വിചാരിച്ചെന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സഹായി ചോദിക്കുകയാണ്, എന്തിനാ ഇവിടെ സ്റ്റാലിൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, അതെനിക്കറിയില്ല, അത് ബാലേട്ടന് മാത്രമേ അറിയൂ എന്ന് പറയാണ്. എന്നിട്ട് സഹായി ചോദിക്കുന്നുണ്ട്, അതെന്താ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനം പറയുന്നുണ്ട്, ഇല്ല എന്നോട് പറഞ്ഞില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ചോദിച്ചില്ലേ ചോദിക്കുകയാണ്. അന്നേരം പറഞ്ഞ് ഇല്ല ചോദിച്ചില്ല, ഇത്രയും ദൂരം വരണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും എന്ന് പറയാണ് ഗോവർദ്ധനൻ. അവരൊരു കപ്പ് ചായ ആയിട്ടോ വന്നത്. എന്നിട്ട് അത് ഗോവർദ്ധന കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ചായ കുടിച്ച് ഇവിടെ ഇരുന്നോ എന്ന് പറയാണ്. എന്നിട്ട് ആ സഹായി വീടിനകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് കേട്ടോ. പിന്നെയും ഗോവർദ്ധനൻ ഒറ്റക്കായി. പിന്നെ കാണിക്കുന്നത് പിന്നെയും സ്റ്റാലിനെയും ബാലചന്ദ്രനാണ് കേട്ടോ. അവിടെയാണ് ഈ എപ്പിസോഡ് തീരുന്നത്.